ഞാൻ അങ്ങനെ സ്വഭാവം തേങ്ങ മാങ്ങ കാട്ടി ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളിട്ട് മെല്ലെ വീഡിയോ കെട്ടണേ സാറിന് എവിടെ പുറത്ത് കിട്ടിയ തീർത്തുകയാണ് കൊന്നിട്ട് കൊന്നിട്ടു ഇതിന് ഫോണുണ്ടോ ഒരു 17 വയസ്സുകാരൻ്റെ കൊലവിളിയാണ് കേട്ടോ നാം ഇപ്പോൾ കേട്ടത്. അതും സ്കൂളിലെ പ്രധാന അധ്യാപകന് നേരെ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിയമം സ്കൂളിലിരിക്കെ ഈ പയ്യൻ സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരികയാണ്. അപ്പം അതിനെതിരെ ചോദ്യം ചെയ്ത മൊബൈൽ പിടിച്ചു വാങ്ങിയ അധ്യാപകന് നേരെയാണ് ഈ ഒരു പയ്യൻ ഇങ്ങനെ ഒരു കൊലവിളി നടത്തുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവനൊക്കെ ഒരു നീച സ്വഭാവമുള്ള കുട്ടിയാണ്. പണ്ട് കാലത്തൊക്കെ പറയും നീചന്മാർക്ക് വെച്ച് വിളമ്പിയിട്ടുണ്ടെങ്കിൽ അത് നീറ്റിൽ വരച്ച വരയാണെന്ന്. അതായത് ദുഷ്ടന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അത് ഒരിക്കലും ഇവനൊന്നും സ്വഭാവം നേരെയായി സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവൻ്റെ ഈ ഒരു സ്വഭാവം, ഈ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഈ ഒരു ആരെയും വരയില്ലാത്ത സ്വഭാവം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. കാരണം പെട്ടെന്ന് ഒരു ദിവസമൊന്നും ഒരു അധ്യാപകന് നേരെ ഇത്തരത്തിൽ ധൈര്യത്തോടു കൂടിയിട്ട് തോന്നിവാസങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഒരു കുട്ടിക്കും ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ ചെറുപ്പം മുതലേ തന്നെ ആരെയും അനുസരിക്കാത്ത ഒരു സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. തീർച്ചയായും ഇതിന് ഇവൻ്റെ മാതാപിതാക്കളെ തന്നെ പറയേണ്ടി വരും. വളർത്തുദോഷം ഇതിന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നല്ലത് കേട്ട് വളർന്നിട്ടുള്ള ഒരു പയ്യനല്ല ഇവനെന്നുള്ളത് ഇവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു മര്യാദയില്ല. നമ്മൾ ഈ കൗമാരക്കാരെ ഇടപഴകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധ്യാപകർക്ക് അതിൽ ഏറെ ലിമിറ്റേഷൻസ് ഉണ്ട്. തീർച്ചയായും ഇത് ശരിയാക്കേണ്ടത് അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ തുടങ്ങേണ്ടത് അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് മാതാവാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്തൊക്കെയാണ് നല്ല നല്ല ശീലങ്ങൾ എന്നുള്ളത്. അത് കുടുംബത്തിൽ നിന്ന് കണ്ടു വളരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന നല്ല മക്കളായിട്ട് വളരും. അപ്പം ഈ കുട്ടീനെ മനസ്സിലാക്കുന്നിടത്തോളം ഇവന് നല്ലൊരു പാരൻറ്റിങ്ങിലൂടെ ഇവൻ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ഇവനെ നേരെയാക്കാൻ പറ്റില്ല. ഇപ്പം ഇത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് തീർച്ചയായിട്ടും തോന്നും ഇവൻ്റെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് ഒരു അടി അടിക്കാനായിട്ട്. പക്ഷേ അടിച്ചുകൊണ്ട് ഇവൻ നേരെ ആവില്ല. ഇവനോട് ഇടപഴകുന്ന രീതി നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇടപെടാനായിട്ട്. കാരണം ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ, ടീനേജേഴ്സിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഏറെ സഹന ശക്തി വേണം, ക്ഷമ വേണം. നമുക്ക് ക്ഷമ കിട്ടില്ല. കാരണം ഇവർ ഈ രീതിക്കാണല്ലോ എന്താ പറയുക, വളരെ ധാർഷ്ട്യത്തോടു കൂടി ഒരു ബഹുമാനമില്ലാത്ത രീതിയിലായിരിക്കും തിരിച്ചു പെരുമാറുക. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, സഹനത്തോടു കൂടിയിട്ട് ഇവരെ നേരെയാക്കാൻ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അധ്യാപകരല്ല കേട്ടോ, തീർച്ചയായും മാതാപിതാക്കളാണ്. കാരണം അധ്യാപകർക്ക് ഇതിന് ക്ഷമ കിട്ടണമെന്നില്ല. ഇത്തരത്തിൽ പെരുമാറുന്ന കുട്ടികളെ അധ്യാപകർ വിട്ടുകളയും. അപ്പം നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അധ്യാപകർ എന്താ ചെയ്യുക? കാരണം അവരൊരു പരിധിക്കും വിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകില്ല. കാരണം ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ്. ചെറിയൊരു വടിയെടുത്ത് അടിക്കുകയോ എന്തെങ്കിലും ഉപദേശം കൊടുക്കുകയോ രണ്ട് ചീത്ത പറഞ്ഞാൽ തന്നെ അധ്യാപകർക്കാണ് അതിൻ്റെ പ്രശ്നം വരിക. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത് ഇപ്പോൾ ഇവർ വീഡിയോ എടുത്തത് കൊണ്ട് കാര്യം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ എടുത്തില്ലെങ്കിൽ ഈ അധ്യാപകൻ കുട്ടിയെ ഹരാസ് ചെയ്തു എന്നുള്ള രീതിക്കായിരിക്കും ഈ കേസ് പുറത്തു വരിക. അപ്പോൾ ശരി തെറ്റ് ഏതെന്ന് വിവേചിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്കും കഴിയില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവരവരുടെ മക്കളെ സംരക്ഷണയിൽ നിർത്തും. അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അപ്പോൾ ഇവർ പറയുന്നത് തെറ്റാണെന്നോ തിരുത്തി കൊടുക്കാനോ ഒന്നും ആരും ശ്രമിക്കില്ല. അത്രത്തോളം ലാളിച്ചും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. ഇവരെ തിരുത്താൻ ശ്രമിക്കുന്നില്ല. അത് ചെറുപ്പം തൊട്ടേ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇവനെ നന്നാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക.
എപ്പോഴെങ്കിലും ഒരു വിവേകം വരികയാണെന്നുണ്ടെങ്കിൽ നന്നായി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ലഹരിയുടെ ഒരു ഉപയോഗം കൊണ്ട് നമ്മൾ ഈ അടുത്ത് കണ്ടതാണല്ലേ, ഒരു പാവം ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്നു. എന്നിട്ട് ആ മകൻ പറയുന്ന ന്യായീകരണം എന്താണ്? എന്നെ പ്രസവിച്ചതിൻ്റെ കൂലി ഞാൻ തീർത്തതാണെന്ന്. അപ്പം അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള മക്കളാണ് വളർന്നു വരുന്നത്. നമ്മൾ എന്താ ചെയ്യണത്? നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങളെല്ലാം തന്നെ നേടിക്കൊടുത്തുകൊണ്ട് ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവർക്ക് ആ കിട്ടുന്ന സൗകര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ മാതാപിതാക്കളെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പയ്യന് തന്നെ ഒരു പക്ഷേ ഇവന് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവൻ മാതാപിതാക്കളെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ അധ്യാപകരെ കുറച്ചെങ്കിലും ഒരു പേടി ഉണ്ടാവും. ഒരു പൊതു സമൂഹത്തിലാണ്, മറ്റധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ രീതിയിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കാണുമല്ലോ എന്നുള്ളൊരു നാണം എങ്കിലും ഉണ്ട്. പക്ഷെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യം ഇല്ല. മാതാപിതാക്കളോട് അത്രയും ഫ്രീ ആയിട്ട് ഇടപെടാമല്ലോ. അപ്പം ഇവൻ്റെ മാതാപിതാക്കളോട് ഇവൻ എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ഒരു പക്ഷെ പേടിച്ചായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഏതാ ചെയ്യണേന്ന് പോലും കുട്ടികൾക്ക് അറിയണില്ല. ഇപ്പം ഇന്നാൾ നമ്മൾ കണ്ടല്ലോ, അയൽക്കാരെ 3 പേരെ തലയ്ക്കടിച്ച് കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ പോലീസുകാരോട് ചെന്ന് പറയാണ്, ഞാൻ 4 ആളെ അടിച്ചു കൊന്നിട്ടാണ് വരണേന്നുള്ളത്. അപ്പം അത്രയ്ക്കും ഒരു നിസാര ഭാവത്തോട് കൂടിയിട്ടാണ് ആൾക്കാരെ കൊന്നിട്ട് പോലും ഈ ലഹരിക്ക് അടിമപ്പെട്ട പയ്യന്മാർ ഇറങ്ങി നടക്കുന്നത്. അവർക്ക് ഒരു വിവേകമില്ല, ബുദ്ധിയില്ല, എന്താ ചെയ്യണേ ഞാനെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ ഇവർക്ക് ഈ സ്ഥിരബുദ്ധി ഇല്ലാത്തത്. അപ്പം ലഹരീനെ തുടച്ചു നീക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിപ്പം നമ്മുടെ ഒരു അയൽവക്കത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ വീട്ടിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ലഹരി ഒന്ന് ടേസ്റ്റ് ഇത് നോക്കാനായിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ വ്യഗ്രത ഉണ്ടാവുമല്ലോ. പണ്ട് കാലത്തൊക്കെ മദ്യപാനമായിരുന്നെങ്കിൽ, പുകവലി ആയിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ലഹരിക്കാണ് അടിമപ്പെടുന്നത് കുട്ടികൾ. വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്മാരുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ മാതാപിതാക്കളും ഏറെ ജാഗ്രതയോട് കൂടിയിരിക്കണം. ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർ തരുന്ന സാധനങ്ങളൊന്നും അമിതമായി ഉപയോഗിക്കരുത്. ലഹരിയുടെ കാര്യങ്ങളൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റുവട്ടത്തോ നിങ്ങളുടെ കുട്ടികളുടെ കൺമുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനടി അത് അധ്യാപകരെ അറിയിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ, അത് അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ എവിടെയാണെങ്കിലും കുഞ്ഞു കുട്ടികളെ നമ്മൾ ബോധവാന്മാരാക്കുക. എന്നാൽ തന്നെയാണ് ഇനി ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നമുക്ക് ഭയം തോന്നി ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാനായിട്ട്. ചെറിയ കുട്ടികളെ എങ്ങനെ, കൗമാരക്കാരായ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർ ഏത് രീതിയിൽ നമ്മളോട് പെരുമാറും എന്നുള്ളത് പോലും നമുക്കറിയില്ല. മാതാപിതാക്കൾ പോലും ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ പരമാവധി ശ്രദ്ധിച്ച് വളർത്താൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സുബൈദ ഉമ്മയെ പോലെ മക്കളുടെ കൈ കൊണ്ട് തീരേണ്ട ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക.